എന്ത് ജാതി മഴയല്ലേ പെയ്യണേ. യെല്ലോയും ഓറഞ്ച് റെഡും അല്ല. ഇനി മഴവിൽ നിന്ന് വേണം കടമെടുക്കാൻ. ഇജാതി മഴ കാരണം കഷ്ടപ്പെടുന്നവർ ഒരുപാട് പേര്. അതിനകത്ത് എന്നെ പോലുള്ള അത്ലറ്റ്സും വരും കേട്ടോ. മഴയത്ത് നനഞ്ഞ് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഒരു പരിധി. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയാ മാനേജ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാൽ. എപ്പോഴാണെങ്കിലും പ്രോപ്പർ വാമപ്പ് മസ്റ്റ് ആണ്. ഞാൻ മെയിൻ ആയിട്ട് മൊബിലിറ്റി എക്സസൈസ് ചെയ്താണ് വാം ആവാറ് കേട്ടോ. ആദ്യം നമ്മൾ സ്പൈനിന്റെ മൊബിലിറ്റിക്ക് വേണ്ടിയിട്ട് ക്യാറ്റ് ക്യാമ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഹിപ്പ് മൊബിലിറ്റിക്ക് വേണ്ടി ഇങ്ങനെ ലെഗ് ഓപ്പണിംഗും ലെഗ് റൊട്ടേഷനും ചെയ്യും കേട്ടോ. പിന്നെ ഹിപ്പിന്റെ ഫ്ലെക്സർ മസിലിന് വേണ്ടി ഇത് ഈ മൂവ്മെന്റും ചെയ്യും. ഇതിൽ ഞാൻ മെയിൻ ആയിട്ട് ചെയ്യുന്നത് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മളെ വർക്കൗട്ടിലോട്ട് കിടക്കുകയാണ്. ഇങ്ങനെ ഒരു ഫ്ലൈവുഡിന്റെ പീസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാനിപ്പോ ചെയ്യുന്ന പോലത്തെ ഡ്രിൽസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ദെൻ ഒരു പ്ലേറ്റ് എടുത്ത് കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഫ്രീ ടേൺസ് ചെയ്യും. ഇതിൽ ഞാൻ മെയിൻ ആയിട്ട് ട്രൈ ചെയ്യുന്നത് അപ്പർ ബോഡി അലോ ചെയ്ത് ടേൺ ചെയ്യാൻ. ഞാൻ യൂഷ്വൽ ആയിട്ട് രണ്ട് സൈഡും ടേൺസ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് സ്റ്റെബിലിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഹാമറിന്റെ വയറ് വെയിറ്റ് പ്ലേറ്റിൽ അറ്റാച്ച് ചെയ്തിട്ട് സ്വിങ്സ് ചെയ്യും. അത് കോർ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വെയിറ്റ് പ്ലേറ്റ് എടുത്ത് ഇങ്ങനത്തെ റൊട്ടേഷനും ലഞ്ചസ്റ്റ് ട്വിസ്റ്റും ചെയ്തിട്ട് വെയിറ്റ് പ്ലേറ്റ് എടുത്തിട്ട് സെദിക് ട്വിസ്റ്റും കൂടി ചെയ്യും. ഈ എക്സസൈസിന് ഇങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? ഈ ക്വസ്റ്റ്യൻ ഹാമർ ത്രോവേഴ്സിനുള്ളതാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് ആയിട്ട് വിത്തൗട്ട് ഇംപ്ലിമെന്റിൽ ജസ്റ്റ് ഒന്ന് ഇമാജിനേഷൻ മാത്രം ചെയ്ത് എന്താണോ ഡ്രില്ലിൽ വർക്ക് ചെയ്തത് അതൊന്ന് ട്രൈ ചെയ്തു. വർക്കൗട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാം ഡൗൺ മസ്റ്റ് ആണ്. ഒരു 5 to 10 seconds ഹോൾഡ് ചെയ്ത് ജെന്റിൽ സ്ട്രെച്ചും കൂടി ചെയ്ത് അന്നത്തെ സെഷൻ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ഗൈസ്, അറ്റ് എനി സിറ്റുവേഷൻ അറ്റ് എനി കോസ്റ്റ് ജസ്റ്റ് കീപ് ദ ഗ്രൈൻഡിങ്.